വി.ഡി. സതീശൻ ശിവൻകുട്ടിയെ അങ്ങ് വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് പറഞ്ഞ് വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ സതീശനോടൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങളുടെ വലം കൈയായിട്ടുള്ള ഷിയാസ് ഉണ്ടല്ലോ, എറണാകുളത്തെ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിട്ട് നിങ്ങൾ കൊണ്ടു നടന്ന് വാഴിക്കുന്ന ഷിയാസ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളത്തൊരു വിഷയം വന്നു. എറണാകുളത്തൊരു സ്കൂളിൽ ഹിജാബ് ധരിച്ച ഒരു കുട്ടിയെ ആ മാനേജ്മെൻറ്റ് എക്സ്ക്ലൂഡ് ചെയ്ത് കളയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ ഷിയാസ് ആ സ്കൂളിൽ ചെന്ന കുട്ടിയോടും പേരൻസിനോടും എന്താ പറഞ്ഞേ? ഇനി നിങ്ങൾ ഈ സ്കൂളിൽ നിന്നും മാറുന്നതാണ് നല്ലത്, നമുക്ക് മാറി മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ പോയി പഠിക്കാമെന്ന് നട്ടല്ലില്ലാത്ത വർത്താനം പറഞ്ഞ ഷിയാസിനെ വലം കൈയായി കൊണ്ടു നടക്കുന്ന സതീശൻ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുക. ഈ നാട്ടിലെ കുട്ടികളെ ഓർത്ത് എനിക്ക് വലിയ വിഷമമാണ്, ഈ നാട്ടിലെ മക്കളെ ഓർത്ത് ഞാൻ വലിയ രീതിയിൽ സഹതപിക്കുന്നു, ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ നമുക്ക് ഈ നാട് വാഴുന്നത് എന്ന് പറഞ്ഞ്. സതീശ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീട്ടിൽ വലിയ രീതിയിലുള്ള അസുഖം പിടിപെട്ട് യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥിയെ കൂടെ നിർത്തി യുവജനോത്സവത്തിൽ പങ്കെടുപ്പിച്ച കുട്ടികൾ അപ്പൂപ്പൻ എന്ന് പോലും സ്നേഹത്തോടെ വിളിക്കുന്ന വി. ശിവൻകുട്ടി ഇന്ന് പിണറായി മന്ത്രിസഭയുടെ തലപ്പൊക്കമുള്ള വകുപ്പുകളെ മന്ത്രിമാരെ എടുത്താൽ ശിവൻകുട്ടി അണ്ണൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ സമ്മേളനം ഇങ്ങനെ ചേരുന്നുണ്ടായിരുന്നു ഒരു നാട്ടിൽ. സവർക്കറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ നിലവിളക്ക് കൊളുത്തിയിട്ട് മതേതരത്തിൻ്റെ വാചാലനാകുന്ന സതീശൻ ഇങ്ങനെ പോയി നിന്ന് കുമ്പിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു. സതീശൻ പറവൂര് മണ്ഡലത്തിൽ RSSൻ്റെ ഏറ്റവും വലിയ ഒരു പരിപാടിക്ക് ഏറ്റവും വലിയ പ്രാസംഗികനായി സതീശൻ പങ്കെടുത്തിരുന്നു. അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് മതേതരത്വം എന്ന നിങ്ങളുടെ കാപട്യത്തെ വലിച്ചു കീറി വീണ്ടും വിചാരണ ചെയ്യാൻ ഈ കേരളത്തിന് കഴിയുക. കഴിഞ്ഞ കാലങ്ങളെ എടുത്തലക്കി ഇങ്ങനെ വീണ്ടും മുമ്പോട്ട് വരാനാണ് സതീശൻ ശ്രമിക്കുന്നതെങ്കിൽ ഇന്ന് മതേതരത്വം വിളമ്പുന്ന നിങ്ങളുടെ നാവിൽ നിന്ന് ഈ നാട്ടിൽ മതേതരത്വത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ, ചെയ്തികൾ എത്രയുണ്ട് എന്ന് ഏതൊരു മനുഷ്യനും തിരിഞ്ഞു പോകാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്.